ഹലോ ഫ്ലൈയിങ് മോങ്സ്, പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ആദ്യം തന്നെ ഒരു പുതുവത്സരാശംസകൾ പറയട്ടെ. നമ്മളിപ്പോൾ എവിടെ എത്തിയിരിക്കുന്നതെന്നൊക്കെ ഏകദേശം എല്ലാവർക്കും ഒരു ഐഡിയ ഉണ്ടായിട്ടുണ്ടാവും. എന്നാലും ഞാൻ പറയാം, നമ്മൾ വയനാട് മാഞ്ഞൂരയിലുള്ള നിയേവേ റിസോർട്ടിലാണുള്ളത്. നിയേവേ റിസോർട്ടിൽ നമുക്ക് റൂമൊക്കെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി അറിയേണ്ടത് റൂമിൻ്റെ വിശേഷങ്ങളാണ്. നമുക്ക് നേരെ റൂമിലേക്ക് പോവാം. കമാ. അപ്പോൾ ഇതാണ് നമ്മുടെ റൂമിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. നമ്മൾ ചോദിച്ച് മേടിച്ചൊരു സാധനമാണ്. അതിന് മുമ്പ് നമുക്ക് റൂമൊന്ന് നോക്കാം. ആസ് യൂഷ്വൽ TV സാധനങ്ങളൊക്കെ ഉണ്ട്. അതെ, ഫ്രിഡ്ജുണ്ട് കേട്ടോ. ഫ്രിഡ്ജിനകത്തൊന്നും ഇല്ല, ഫ്രിഡ്ജുണ്ട്. ഓക്കെ, പിന്നെ ബാക്കി സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതെന്ത് സംഭവം? ചെരുപ്പാണ്. എന്ത് ഗിഫ്റ്റ് റാപ്പൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, സംഭവം ഉണ്ട്. എന്തൊക്കെയോ അഴിഞ്ഞു വീഴുന്നു. ഓ മൈ ഗോഡ്, ഇത് മറ്റേ സാധനമാണ്, നമ്മുടെ ജോസ് പ്രകാശ് എടുത്ത സാധനം. ആദ്യമായിട്ടാണ് ഞാൻ ഇട്ട് നോക്കുന്നത്. കൊള്ളാം, പ്രകൃതിയിലേ. ഹലോ ഗൈസ്. ഓക്കെ, നോക്കാം, ഇത് ഓട്ടിരിക്കട്ടെ. അടുത്ത് ഇനി ഒരു സാധനം കാണിച്ചുതരാം. നമ്മുടെ ബെഡുണ്ട്. ആസ് യൂഷ്വൽ അരയണം നിർബന്ധമാണല്ലോ. അവിടെ നമുക്കൊരു ബാൽക്കണി ഉണ്ട് കേട്ടോ. ഓക്കെ, ബാൽക്കണിയിൽ വ്യൂ ഒന്നുണ്ട്. ഒരു പൂളാണ് നമുക്ക് കാണാനുള്ളത്. കൊള്ളാല്ലേ, അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് പൂള് പണ്ടേ ഭയങ്കര വീക്ക്നെസ്സാണ്. ആ പൂള് പണ്ടേ ഭയങ്കര വീക്ക്നെസ് ആണെന്ന് പറയുമ്പോൾ നമുക്ക് വേറൊരു സാധനം ഞാൻ കാണിച്ചുതരാം. കമോൺ, അതാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. നോക്കുക, നമ്മുടെ റൂമിനകത്തൊരു പൂള്. വളരെ കാലത്ത് ആഗ്രഹമായിരുന്നു കേട്ടോ ഇതുപോലത്തെ റൂമിൽ താമസിക്കണം എന്നുള്ളത്. ഒരു പൂളുള്ള റൂം, സ്വന്തമായിട്ടൊരു പൂള്. എനിക്കിവിടെ സ്വന്തമായിട്ടൊരു പൂളുണ്ട്. ഞാൻ ഇതിനകത്ത് ഇന്ന് കുളിച്ചർമാദിക്കും, ഉറപ്പല്ലേ? ഇത് കാണുമ്പോൾ നിങ്ങൾക്കും തോന്നില്ലേ, നിങ്ങൾക്കും വന്നൊന്ന്, ഞാനിപ്പോ തന്നെ ചാടിയാന്, നിങ്ങൾക്കും വന്നൊന്ന് താമസിക്കണം. അപ്പൊ നെക്സ്റ്റ് നമ്മുടെ ബാത്റൂമാണ്. ബാത്റൂം നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. ഓ അടിപൊളി, അത്യാവശ്യം വലിയൊരു ബാത്റൂമാണ്. ഷവറുണ്ട്. ഇവിടെ നമ്മുടെ വാഷ് ബേസിൻ. ഞാനൊരു ഹെയർ ഡ്രയർ എടുക്കാൻ മറന്നു വരുന്നതാണ്. ഹെയർ ഡ്രയർ അടക്കുന്നതിനകത്ത് വെച്ചിട്ടുണ്ട്. ഹെയർ ഡ്രയർ ഉണ്ട്, ഷവർ ക്യാപ്പ്, ലൂപ്പ, സോപ്പ്, ഷേവിംഗ് കിറ്റ്, ഡെന്റൽ കിറ്റ്, കോമ്പ്. ഇത് അത്യാവശ്യം നല്ല ഒരു ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫീൽഡ് ഉണ്ടല്ലോ. ഹാൻഡ് വാഷ്, മോയ്സ്ചറൈസർ. വീണ്ടും അവിടെ എന്തൊക്കെയോ ഷാംപൂ, ഷവർ ജെല്ല്, കണ്ടീഷണർ. വേറെന്തെങ്കിലുണ്ടോ? വേറൊന്നുമില്ല. എന്താ ഭാഗ്യം. ഒരുമാതിരിപ്പെട്ട മാക്സിമം സാധനങ്ങൾ എന്തൊക്കെ കയറ്റാൻ പറ്റുന്നത് അതൊക്കെ കയറ്റിയിട്ടുണ്ട് കേട്ടോ. ഇതെന്തായാലും വർത്ത് തന്നെയാണ്, സമ്മതിക്കാതിരിക്കാൻ പറ്റും. നിയേവേ റിസോർട്ടിലേക്ക് എങ്ങനെ എത്താം എന്നാണ് നിങ്ങൾ ആലോചിക്കുന്നതെന്നുണ്ടെങ്കിൽ, ഇനി എറണാകുളത്ത് നിന്നാണ് നിങ്ങൾ വരുന്നതെന്നുണ്ടെങ്കിൽ താമരശ്ശേരി വഴി വൈത്തിരി പൊഴുതന എത്തി അവിടെ നിന്നും മാഞ്ഞൂരയിലെത്താം. മാഞ്ഞൂരയിലാണ് നമ്മുടെ ഈ നിയേവേ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ഈ വടകരയിൽ നിന്നാണ് നിങ്ങൾ വരുന്നതെന്ന് വിചാരിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ചില സമയങ്ങളിൽ താമരശ്ശേരി ചുരത്തിൽ വളരെ ബ്ലോക്ക് അനുഭവപ്പെടാറുണ്ട്. ആ സമയത്ത് എറണാകുളത്ത് നിന്ന് വരുന്നവർക്കും എളുപ്പമായിട്ടുള്ളൊരു മാർഗ്ഗമാണ് കുറ്റ്യാടി ചുരം വഴി വെള്ളമുണ്ട എത്തി അവിടെ നിന്ന് പടിഞ്ഞാറേത്തറയിൽ നിന്ന് മാഞ്ഞൂരയിലെത്തുന്നത്. ഇനി ഇതൊന്നും അല്ലാതെ നമുക്ക് കണ്ണൂരിൽ നിന്ന് വരുന്നവരാണെന്നുണ്ടെങ്കിൽ കൊട്ടിയൂരെത്തി അവിടുന്ന് മാനന്തവാടി വന്ന് അവിടുന്ന് തിരുവണയെത്തി തിരുവണയിൽ നിന്ന് പടിഞ്ഞാറേത്തറ എത്തി അവിടുന്ന് മാഞ്ഞൂരയിലെത്താം. ഇതൊന്നുമല്ല, നിങ്ങൾ ഊട്ടിയിൽ ഒരു ട്രിപ്പ് കഴിഞ്ഞിട്ടാണ് വരുന്നത് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേറൊരു വഴിയുണ്ട്. അത് നിങ്ങൾ നേരെ ഊട്ടിയിൽ നിന്ന് സുൽത്താൻ ബത്തേരി എത്തുക, സുൽത്താൻ ബത്തേരിയിൽ നിന്ന് കൽപ്പറ്റ എത്തുക, കൽപ്പറ്റയിൽ നിന്ന്
കാവുമന്നത്ത് നിന്ന് നിങ്ങൾക്ക് നേരെ മാഞ്ഞൂരിൽ എത്താം. നീവേ റിസോർട്ടിന്റെ ജനറൽ മാനേജർ ജിജോ നമ്മളോടൊപ്പം ഉണ്ട്. നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ ചോദിക്കാം. നമസ്കാരം. നമസ്കാരം. ഈ നീവയെ പറ്റിട്ട് എന്താണ് പറയാൻ? നീവയെ പറ്റി പറയാൻ തന്നെ നമ്മളിപ്പോൾ പുതിയ റിസോർട്ടാണ്. ജസ്റ്റ് 3 വീക്സ് ആകുന്നേ ഉള്ളൂ നമ്മൾ സ്റ്റാർട്ടപ്പ് ആയിട്ട്. പിന്നെ അതിൻ്റെ പേര് തന്നെ ഉണ്ട്. അതിന്റെ പേര് ഒരു സ്പാനിഷ് സ്പാനിഷ് ആണ്. ഞാൻ ചോദിക്കാൻ വേണ്ടിയിരിക്കുവായിരുന്നു, എന്താണ് ഈ നീവേ എന്നുള്ളത്? ഇതിന്റെ മീനിങ് വരുന്നത് മഞ്ഞെന്നാണ്. വയനാടിന്റെ പ്രത്യേകത തന്നെ മഞ്ഞാണ്. അപ്പൊ ആ ഒരു റിസോർട്ടിലേക്ക് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഏറ്റവും ടോപ്പായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഹൈലൈറ്റ് ആയിട്ട് പറയാൻ പറ്റുന്നതാണ്. പിന്നെ നമുക്ക് എല്ലാ ലക്ഷറി റൂംസ് ആണ് വരുന്നത്. ഒരു 4 കാറ്റഗറൈസ് ചെയ്തിട്ട് നമുക്ക് റൂംസ് വരുന്നുണ്ട്. ബേസിക് 4 കാറ്റഗറീസ് എന്ന് പറയുമ്പോൾ എത്ര റൂംസ് ആണ് നമുക്ക് ടോട്ടൽ നമുക്ക് 11 റൂം വരുന്നത്. 11 റൂം. അതെ. ഓക്കെ. അപ്പൊ ഈ 11 റൂമിൽ കൂടെ നമുക്ക് എത്ര ഗസ്റ്റിനെ അറ്റ് എ ടൈം നമുക്ക് എത്ര ഗസ്റ്റിനെ വരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും? നമുക്കൊരു ടോട്ടൽ ഗ്രൂപ്പ് ആണെങ്കിൽ 45 പാക്സ് നമുക്ക് ചെയ്യാൻ പറ്റും. മറ്റേ വൈഫൈ ഫെസിലിറ്റി അങ്ങനെയുള്ളത്? ഫോർ ദ റൂം വൈഫൈ ഫെസിലിറ്റി ഉണ്ട്, TV ഉണ്ട്, AC ഉണ്ട്, ഫുൾ എല്ലാം നമുക്ക് AC റൂംസ് ആണ് വരുന്നത്. പിന്നെ മിനി ഫ്രീസർ ഉണ്ട്, കെറ്റിലുണ്ട്, TCM ട്രൈ വിത്ത് കെറ്റിൽ ഉണ്ട്, വൈഫൈ ഉണ്ട്. പിന്നെ ഫുൾ ടൈം മീൻസ് 24 hours റിസപ്ഷൻ. ഈ ഫെസിലിറ്റീസിനെ പറ്റി ചോദിക്കാനുള്ള കാരണം തന്നെ ഈ ഇവിടുത്തെ റൂം നമ്മൾ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ റൂമിൽ ഇല്ലാത്ത ഫെസിലിറ്റീസ് ഒന്നും സത്യം പറഞ്ഞാൽ വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഫെസിലിറ്റീസും നിങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലെ? എനിക്ക് തോന്നുന്നു ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഈ പറഞ്ഞ പോലെ കെറ്റിലുണ്ട്, ടീ ബാഗ്, അല്ലെങ്കിൽ കോഫി ആണെന്നുണ്ടെങ്കിൽ അതിനുള്ള ഇൻസ്റ്റന്റ് പാക്കറ്റ്, ഷുഗർ, മറ്റേ ഹെയർ ഡ്രയർ, ഷേവിംഗ് കിറ്റ്, ഡെന്റൽ കിറ്റ്, ഷാംപൂ, കണ്ടീഷണർ, എനിക്ക് ഒന്നും ഇല്ലാത്തതൊന്നും ഇല്ല ഇതിനകത്ത്. കംപ്ലീറ്റ് ഒരു പാക്കേജ് അതിനകത്ത് തന്നെ ഉണ്ട്. നമ്മളൊന്നും കൊണ്ടുവരേണ്ടതില്ല, ഡ്രസ്സുമായിട്ട് മാത്രം തരിക. ഇനിയിപ്പോ നമുക്ക് ചോദിക്കാനുള്ളത്, ഇവിടെ നീവേക്ക് അടുത്ത് നമുക്കുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസ്, ടൂറിസ്റ്റ് അട്രാക്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പറയാനുള്ളത് ബാണാസുര ഡാമാണ്. ഓക്കെ, ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് ബാണാസുര ഡാമാണ്. പിന്നെ ഒരു 6.4 കിലോമീറ്റർ ഓൾമോസ്റ്റ് അങ്ങോട്ട് വരുന്നത്. പിന്നെ നമുക്ക് 2.4 കിലോമീറ്ററിൽ നമുക്ക് കർലാട് ലേക്ക് ഉണ്ട് വിത്ത് പാർക്ക്. പിന്നെ മീൻമുട്ടി വാട്ടർഫോൾസ്. പിന്നെ നമുക്ക് വൈത്തിരി മ്യൂസിയം ഉണ്ട്, ടീ മ്യൂസിയം ഉണ്ട്, ചെമ്പ്ര പീക്ക് വരുന്നുണ്ട് നിയർബൈ ആയിട്ട്. നമ്മളിവിടെ നീവേ വന്നു കഴിഞ്ഞപ്പം ഇവിടുത്തെ കുറച്ച് ഗസ്റ്റുകളെ പരിചയപ്പെട്ടു. നമുക്ക് അവരോട് അഭിപ്രായം ഒന്ന് ചോദിച്ചു നോക്കാം. സർ, എങ്ങനെ ഉണ്ടായിരുന്നു ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞത്? നമ്മൾ ഏകദേശം ഒരു 6-7 മാസം കൂടുമ്പോൾ ഇങ്ങനെ വയനാട് അതുപോലെ എറണാകുളം ഒക്കെ ടൂർ പോകാറുണ്ട്. സ്ഥിരം ടൂർ പോകുന്ന പാർട്ടികളാണ് നമ്മൾ. ഇന്ന് നമ്മൾ ഒരു വെറൈറ്റി ടൂറാണ് വന്നിരിക്കുന്നത്. നമ്മളെല്ലാവരും 94-ലെ ബാച്ചാണ്. സ്കൂൾ ഇരിക്കൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 94-ലെ ബാച്ചാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഒന്നിച്ച് പഠിച്ച കൂട്ടുകാരാണ്, അവരെ ഫാമിലി അടക്കം വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വയനാട്ടിൽ വന്നിട്ട് ഇതുപോലത്തെ ഒരു റിസോർട്ട്, ഇതിപ്പോൾ ഏകദേശം 3 ആഴ്ച ആയിട്ടുള്ളൂ ഓപ്പൺ ആയിട്ടെന്ന് പറഞ്ഞാൽ. റൂമായാലും സ്വിമ്മിംഗ് പൂളായാലും ഇവിടുത്തെ ഭക്ഷണമായാലും ഇവിടുത്തെ സ്റ്റാഫുകളും എല്ലാം നല്ല, എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല, ഗുഡായിരിക്കുന്നു, നല്ല കണ്ടീഷൻ ആയിരിക്കുന്നു. ഒരു ദിവസത്തേക്ക് വന്നുകൊണ്ട് എല്ലാവരും എല്ലാവരും ഇന്ന് പോകണ്ടെന്നുള്ള ഒരു അഭിപ്രായത്തിലാണുള്ളത്. ഇവിടുത്തെ സെറ്റപ്പ് സ്വിമ്മിംഗ് പൂൾ വൃത്തിയാണ്. അധികം സ്വിമ്മിംഗ് പൂളിലൊക്കെ കഴിഞ്ഞാൽ നമുക്ക് കണ്ണൊക്കെ ഒരു ഇത് നാച്ചുറലി വെള്ളത്തിൽ ആയതുകൊണ്ട് എല്ലാം വളരെ കണ്ടീഷനാണ്. പിന്നെ നിങ്ങളെ കണ്ടതുകൊണ്ടും നമുക്ക് വളരെ സന്തോഷമാവുകയും ചെയ്തു. എന്തായാലും വളരെയധികം സന്തോഷം ഞങ്ങൾക്കും ഉണ്ട്, നിങ്ങളൊക്കെ പരിചയപ്പെടാൻ കഴിഞ്ഞതിലും നിങ്ങളോടൊക്കെ സംസാരിക്കാൻ കഴിഞ്ഞതിലും. താങ്ക് യു. ഇനിയിപ്പോ നമുക്ക് എല്ലാവരോടും ചോദിക്കുന്ന പോലെ ചോദിക്കാനുള്ളൊരു ചോദ്യം എന്ന് പറയുന്നത് ഇവിടുത്തെ എയർ ക്വാളിറ്റി ഇൻഡെക്സിനെ പറ്റിയിട്ടാണ്. ഞാൻ എല്ലാവരോടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, കാരണം എല്ലാവർക്കും അറിയാൻ താല്പര്യമുള്ളൊരു സംഭവം കൂടിയായിരിക്കും. എയർ ക്വാളിറ്റി ഇൻഡെക്സ് എങ്ങനെയാണ്, എന്താണ് ഇവിടുത്തെ അവസ്ഥ? കമ്പാരിറ്റീവ്ലി നമ്മൾ മറ്റുള്ള ജില്ലകളെ അപേക്ഷിച്ച് ഇപ്പം നമുക്ക് വയനാട്ടിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നത് 14% ആണ് വരുന്നത്. ഏറ്റവും കുറവ് കാണപ്പെടുന്നത് 9% ആണ്. ഓക്കെ, 14-നും 9-നും ഒക്കെ ആയിട്ട് നിൽക്കുന്നു. അതെ. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് വീണ്ടും നമ്മുടെ മെയിൻ കാര്യത്തിലേക്ക് തിരിച്ചു വരാം. നമ്മുടെ റൂംസ് 4 കാറ്റഗറി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ആ 4 കാറ്റഗറി ഏതൊക്കെയാണ്, എന്തൊക്കെയാണ് അവിടെ റൂംസിൽ അവൈലബിൾ ആയിട്ടുള്ള ഫെസിലിറ്റീസ്, അതൊക്കെ ഒന്ന് പറയാമോ? ഓക്കെ, നമുക്ക് ആദ്യമേ ഹയർ കാറ്റഗറി തുടങ്ങാം. നമുക്ക് സാഫ്രോൺ എന്നാണ് ആ ഒരു റൂമിന്റെ പേര്. വിത്ത് ഒരു പ്ലഞ്ച് പൂൾ അടങ്ങിയതാണ് ആ ഒരു സാഫ്രോൺ റൂം വരുന്നത്. ഓക്കെ, എനിക്ക് എന്തായാലും ഇതിനകത്ത് താമസിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടി. ഇനി ബാക്കിയുള്ള അതിന്റെ ഒരു വിശദാംശങ്ങളിലേക്ക് പോട്ടെ. ഓക്കെ, ബാക്കി റൂംസിനെ അപേക്ഷിച്ച് ആ ഒരു റൂമും അമ്യൂണിറ്റീസ് സെയിം തന്നെയാണ്.
ബട്ട് ഇതിനകത്തൊരു പ്ലഞ്ച് പൂൾ എക്സ്ട്രാ കിടക്കാൻ വേണ്ടി റൂം സ്പേസും ഉണ്ട് എന്നാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് മറ്റുള്ള റൂമിനെ അപേക്ഷിച്ച്. ഓക്കെ, ഇനിയിപ്പോ അടുത്തൊരു കാറ്റഗറി എന്ന് പറഞ്ഞാൽ നമുക്ക് ടാമറിൻഡ്, അതൊരു പ്രീമിയം ടൈപ്പ് വരുന്നതാണ്. പ്രീമിയം സ്യൂട്ട് ടൈപ്പ് വരുന്ന ഒരു ക്വാളിറ്റി റൂംസ് ആണ്. നല്ല സ്പേഷ്യസ് റൂം, നല്ല സ്പേഷ്യസ് ആണ്. അതുപോലെ തന്നെ അമ്യൂണിറ്റീസും സെയിം ആണ്. ബാൽക്കണി വരുന്നുണ്ട്, ഒരു കബാന ഫീലിംഗ് വരുന്നുണ്ട്. ലൈക്ക് നമുക്ക് സ്വിമ്മിംഗ് പൂൾ വ്യൂ വരുന്നുണ്ട്, ഒരു മൗണ്ടൻസ് വ്യൂ വരുന്നുണ്ട്. അങ്ങനെയാണ് വരുന്നത്. പിന്നെ നമുക്കൊരു തേർഡ് കാറ്റഗറി വരുന്നത് മിഡിൽ ക്ലാസ് തന്നെ. തേർഡ് കാറ്റഗറി വരുന്നത് ലാവൻഡർ ടൈപ്പ് റൂംസ് ആണ്. ദാറ്റ് മീൻസ് പ്രീമിയം ടൈപ്പ്. അതും ഇതിനെ അപേക്ഷിച്ച് തന്നെ അതൊരു വില്ല ടൈപ്പ്, ഒരു കോട്ടേജ് ടൈപ്പ് ഫീലിംഗ് ആണ് നമുക്ക് കിട്ടുന്നത്. ഇൻ സെപ്പറേറ്റ് ആണ്. പിന്നെ നമുക്ക് ഏറ്റവും ബേസിക് കാറ്റഗറി നമുക്ക് ഒരു റൂമാണ് വരുന്നത്. അത് പെപ്പർ കോട്ടേജ് അറിയപ്പെടും, പെപ്പർ റൂം. ഓക്കെ, പെപ്പർ. അതും അമെനിറ്റീസ് എല്ലാം സെയിം ആണ്. നമുക്കൊരു ബാൽക്കണി ആൻഡ് ലാഗ്നസ് മാത്രമേ ഉള്ളൂ. ലാഗ്നസ്. ഇനിയിപ്പോ വേറൊരു കാര്യം ചോദിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഞങ്ങള് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള വീഡിയോ എടുക്കുന്നതൊക്കെ പറയുമ്പോഴത്തേക്കും ഞങ്ങളുടെ പ്രേക്ഷകർ, അതായത് വളരെ കുറഞ്ഞ ആൾക്കാരാണെങ്കിൽ പോലും ഞങ്ങളുടെ ഓരോ സബ്സ്ക്രൈബേഴ്സും നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം അവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഡിസ്കൗണ്ട് കൊടുക്കാൻ സാധിക്കുമോ? ഞങ്ങൾക്ക് എന്തെങ്കിലും ഡിസ്കൗണ്ട് തരുമോ ഫ്ലൈയിങ് മോങ്സിന്റെ സബ്സ്ക്രൈബേഴ്സിന് എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. 100% എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കൊടുക്കാൻ പറ്റും. അത് നമ്മുടെ ചാനൽ വീഡിയോ കണ്ടു വരുന്ന ആൾക്കാർക്ക് എന്തായാലും നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കൗണ്ട് ചെയ്യുന്നുണ്ട്, ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ അതിന് ഒരു കാര്യം ചെയ്യുക. നിങ്ങളെല്ലാവരും ഇവിടെ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇവിടെ വിളിച്ച് ബുക്ക് ചെയ്യുന്ന സമയത്ത് ഫ്ലൈയിങ് മോങ്സ് എന്ന പേര് നിങ്ങൾ മറക്കാതെ പറയാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡിസ്കൗണ്ട് തരുമെന്നാണ് നിങ്ങളുടെ ജനറൽ മാനേജർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇത്രയും നേരം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ചതിന് വളരെയധികം നന്ദി. ഞങ്ങൾക്ക് ഈ തന്ന സർവീസിനും വളരെയധികം നന്ദി. വളരെയധികം സന്തോഷമുണ്ട്. താങ്ക് യു. നമസ്കാരം സർ. നമസ്കാരം. താങ്ക് യു സർ. ഒത്തിരി സ്ഥലത്ത് യാത്ര ചെയ്യുന്ന ആളാണ്, കണ്ടമാന കൺട്രീസുകളിൽ പോയിട്ട് സ്റ്റേ ചെയ്യുന്ന ആളാണ്. നമ്മുടെ റിസോർട്ടിനെ കുറിച്ച് സാറിന് സ്റ്റേ ചെയ്തു, ഇവിടുത്തെ ഫുഡ് എൻജോയ് ചെയ്തു. സാർ എന്താണ് സാറിന്റെ ഒപ്പീനിയൻ നമ്മുടെ ഒരു റിസോർട്ടിനെ കുറിച്ച്? ഞങ്ങള് ഇന്നലെ ഈ വഴി കണ്ണൂർ ഇരട്ടിക്ക് പോവായിരുന്നു. അപ്പോ പുറത്തുനിന്ന് നിങ്ങളെ റിസോർട്ട് കണ്ടപ്പോൾ നല്ല ആംബിയൻസ് തോന്നി. ഞങ്ങളിവിടെ കയറി, അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ആംബിയൻസ് ഇവിടെ ഫീൽ ചെയ്തു. നൈറ്റ് നല്ല തണുപ്പായിരുന്നു ഇവിടെ. പിന്നെ ഇവിടെ സർവീസ് ഓവറോൾ നല്ല സ്റ്റാഫ്, നല്ല റൂം ഫെസിലിറ്റീസ്, ഒരു 4 സ്റ്റാർ ഫെസിലിറ്റീസ് കടപിടിക്കുന്ന സൗകര്യം ഞങ്ങൾക്ക് ഫീൽ ചെയ്തു. അപ്പൊ ഞങ്ങൾ എല്ലാവരോടും ഞങ്ങൾ ആളുകളോടൊക്കെ പറയുന്ന ഫീലിംഗാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. താങ്ക് യു. ഹാപ്പി റൈറ്റ്? ഓഫ് കോഴ്സ്. താങ്ക് യു. അപ്പൊ നിയേവേല് നമ്മുടെ ഈ ഒരു സമയം കഴിഞ്ഞിരിക്കുകയാണ്. നിയേവേല് നമ്മളോട് സഹകരിച്ച ആൾക്കാരാണ് നമ്മളോടൊപ്പം ഉള്ളത്. നമുക്ക് അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടാം. ചേച്ചി നമ്മുടെ എല്ലാം കൂടെ നിന്നിട്ട് എല്ലാ സമയത്തും നമുക്ക് വേണ്ടിട്ട് ജോലി എല്ലാം ചെയ്തു തന്നിരുന്ന ചേച്ചിയാണ്. രാവിലെ കഴിഞ്ഞ ദിവസം ചായ ചോദിച്ചത് ചേച്ചിയോടാണ്. ചേച്ചി ഉടനെ പോയി എടുത്തോണ്ട് അല്ലേ? ഇനി അടുത്ത് സ്നേഹാതിരന്മാരാണ്. സ്നേഹാതിരമായ സർവീസുകൾ നമുക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്തത് ഈ സ്നേഹാതിരന്മാരാണ്. പിന്നെ അടുത്ത് നമ്മുടെ എല്ലാമായിട്ടുള്ള ജനറൽ മാനേജർ ജിജോയാണ്. ഈ അടുത്ത് എന്ന് പറയുന്നത് ഇത്രയും സമയം നമ്മൾ കാണാത്ത ഒരാളാണ്. കാണണം എന്ന് പല പ്രാവശ്യം ആഗ്രഹിച്ചിട്ടും നമ്മൾ കാണാത്ത ഒരാളാണ്. നമുക്ക് വേണ്ടി ഇത്രയും ദിവസവും നല്ല ഫുഡ് പ്രിപ്പയർ ചെയ്ത് തന്നുകൊണ്ടിരുന്ന നമ്മുടെ സ്വന്തം ഷെഫ് സിജു. എന്തായാലും നമുക്ക് സിജോ എന്നാണല്ലേ? ഓക്കെ, സിജോ എന്നാണ് കേട്ടോ. എന്തായാലും വളരെയധികം സന്തോഷമുണ്ട്. ഇത്രയും നല്ല ഫുഡ് നമുക്ക് ഇത്രയും ദിവസവും ഉണ്ടാക്കി തന്നോണ്ടിരുന്നത്. വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ മനസ്സ് നിറയുന്ന പറയുന്നത്. താങ്ക് യു. അടുത്തത് നമുക്ക് ഇവിടെ വന്ന് ആ ഗേറ്റ് തുറക്കുമ്പോൾ നമ്മൾ ആദ്യം കാണുന്ന ഒരു മുഖമാണ് രമേശ്. ഇവിടുത്തെ OM ആണ്. OM ആണെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എല്ലാം ആണ്. ഓടി നടക്കും പുള്ളി തന്നെയാണ്. എന്തായാലും വളരെയധികം സന്തോഷമുണ്ട്. താങ്ക്സ് ഫോർ ദ സർവീസ്. ഒത്തിരി സന്തോഷമുണ്ട്. സർവീസിനെ പറ്റിയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ജിജോ, സർവീസിന്റെ കാര്യത്തിൽ തീർച്ചയായിട്ടും സർവീസ് ആൻഡ് ഫെസിലിറ്റി നിയേവയുടെ കേസിൽ ഞാൻ 100% ഗ്യാരണ്ടി എല്ലാവർക്കും കൊടുക്കും. അത് നമ്മൾ ഇനിയും മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. നമുക്കത് മാക്സിമം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റിക്കഴിഞ്ഞാൽ
ആദ്യമുള്ള ഒരു ഇത് നമുക്ക് ബാക്കിയുള്ള സമയത്തേക്കും കൂടെ കൊണ്ടുപോകാൻ പറ്റണം. അപ്പൊ തീർച്ചയായിട്ടും ഇനിയും നീവയിൽ നിന്ന് ഇതുപോലെയുള്ള സർവീസ് നമുക്ക് കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു. വീണ്ടും കാണാം. നന്ദി. അപ്പോൾ നീവ റിസോർട്ടിന്റെ വിശേഷങ്ങളെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഞങ്ങളിവിടെ താമസിച്ച് ഞങ്ങൾക്ക് എന്തായാലും ഇവിടുത്തെ സ്റ്റേ ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സർവീസും ഫെസിലിറ്റീസും എല്ലാം നമുക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ പൂളില്ലായിരുന്നല്ലോ, അത് നിങ്ങൾ കണ്ടാണല്ലോ, അത് നമ്മുടെ ഫേവററ്റ് ആണ്. എന്തായാലും ഇനിയുള്ളത് നിങ്ങളുടെ ഊഴമാണ്. നിങ്ങളിവിടെ വന്ന് താമസിച്ച് നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ഇനി നിങ്ങളിവിടെ വന്ന് താമസിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ട് അറിയുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ മെയിനായിട്ട് പറയാനുള്ളത്, നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.